നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വ്യക്തിയുടെ പ്രായവും ജീവിതചര്യകളോടുള്ള റിഫ്ലെക്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ പ്രായവും അവൻ്റെ ജീവിതചര്യകളോടുള്ള റിഫ്ലെക്സും തമ്മിൽ വളരെ നേരിട്ടും ഗാഢവുമായ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കാൻ നാം ശാരീരികവും മാനസികവുമായ രണ്ട് വശങ്ങളും കൂടി കാണണം. പ്രായം കൂടുന്തോറും സംഭവിക്കുന്ന മാറ്റങ്ങൾ പലതാണ്. നാഡീവ്യൂഹത്തിലെ മന്ദഗതികൾ പ്രായം കൂടുമ്പോൾ നാഡികളിൽ സിഗ്നൽ മാറ്റം കുറച്ച് സ്ലോ ആക്കുന്നു. അതിനാൽ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത് സൂചനകളോട് മുമ്പുണ്ടായിരുന്നത്ര വേഗത്തിൽ റിയാക്ട് ചെയ്യാൻ കഴിയുകയില്ല. മസിൽ ജോയിൻ്റ് പ്രതികരണ സമയവും ശേഷിയും കുറയുന്നു. മസിൽസിനും ജോയിൻസിനും ഉടനടി ചലിക്കാനുള്ള ശേഷി കുറയുന്നു. കോർഡിനേഷനും കുറയുന്നതായി കാണാം. സെൻസറി മാറ്റങ്ങൾ പ്രകടമാകുന്നു. കാഴ്ച, കേൾവി, ബാലൻസ് എല്ലാം കുറച്ച് മന്ദഗതിയിലാകുന്നു. അതുകൊണ്ട് റിഫ്ലെക്സിന് കാലതാമസം വരുന്നു. ജീവിതചര്യകളുടെ സ്വാധീനം പ്രായമായവരിൽ കൂടുതൽ പ്രകടമാകുന്നു. സജീവ ജീവിതം, നിരന്തരം എക്സസൈസ്, വാക്കിങ്, ബാലൻസ് ട്രെയിനിങ്, ഗെയിംസ് ഇവയൊക്കെ ശരിയായി ചെയ്യുന്നവർക്ക് റിഫ്ലെക്സിൻ്റെ കാലതാമസം കുറച്ച് താമസിച്ചേ ഉണ്ടാവുകയുള്ളൂ. ബുദ്ധികേന്ദ്ര പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വായന, പസിൽസ്, പുതിയ കഴിവുകൾ പഠിക്കൽ തുടങ്ങിയവ ചെയ്യുക. ഇവ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി നിലനിർത്തി മെൻ്റൽ റിഫ്ലെക്സ് വേഗം കൂടുതൽ ആകാൻ ആയിട്ട് സഹായിക്കുന്നു. ഭക്ഷണവും ആരോഗ്യവും, പോഷകക്കുറവ്, വെള്ളം കുടിക്കുന്നതിലുള്ള കുറവ്, ഉറക്കക്കുറവ് ഇവയെല്ലാം റിഫ്ലെക്സിൻ്റെ വേഗതയിൽ മന്ദഗതി വരുത്തുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇവ കുറയ്ക്കുകയും റിയാക്ഷൻ ടൈം കൂട്ടുകയും ചെയ്യും. അങ്ങനെ ആരോഗ്യകരമായ മാനസികാവസ്ഥ തകരാറിൽ ആകുന്നു. നെർവ് കണ്ടക്ഷൻ വേഗതയും മസിൽ റിയാക്ഷൻ വേഗതയും പരമാവധി ആയാൽ മാത്രമേ റിഫ്ലെക്സ് സാധാരണഗതിയിൽ ആകുകയുള്ളൂ. മധ്യവയസ്സിൽ റിഫ്ലെക്സ് കുറച്ച് സ്ലോ ആകുമെങ്കിലും ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകുകയില്ല. എന്നാൽ വാർദ്ധക്യത്തിൽ റിഫ്ലെക്സ് സ്പീഡ് വളരെ കുറഞ്ഞേക്കാം. പക്ഷേ സജീവ ജീവിതചര്യകൾ ഉണ്ടെങ്കിൽ ഈ ആവശ്യം നമുക്ക് കുറച്ച് വേഗത്തിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രായം കൂടുമ്പോൾ ശാരീരിക മാനസിക റിഫ്ലെക്സ് സാധാരണയായി കുറയ്ക്കാനായി നാം വേണ്ട തരത്തിലുള്ള എക്സസൈസുകളും ഒക്കെ ചെയ്യേണ്ടതാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയും ഇതിന് ഒരു പരിധിവരെ നമുക്ക് സഹായിക്കുന്നു. പ്രായം കൂടുമ്പോഴും റിഫ്ലെക്സ് നല്ല നിലയിൽ നിർത്താൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നടത്തം, നീന്തൽ, സൈക്ലിംഗ് പോലെയുള്ള എയ്റോബിക് എക്സസൈസുകൾ, നിയമിതമായ വ്യായാമങ്ങൾ എന്നിവ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. നെർവ് മസിൽ കോർഡിനേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. യോഗ പോലെയുള്ള ട്രെയിനിങ്ങുകൾ വീഴ്ച ഒഴിവാക്കാൻ, പ്രതികരണ വേഗം കൂട്ടാനും നമ്മെ സഹായിക്കുന്നു. കണ്ണ്, കയ്യ് കോർഡിനേഷൻ പരിശീലനം ചെയ്യുക. ബാഡ്മിൻ്റൺ കളിക്കുന്നതും ടേബിൾ ടെന്നീസ് പോലെയുള്ള കാര്യങ്ങൾ കളിക്കുന്നതുമൊക്കെ ആരോഗ്യമുള്ളവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ വീഡിയോ ഗെയിം റിയാക്ഷൻ പ്രോസസ്സ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കി തരുന്ന ഒരു ചെറിയ എക്സസൈസായിട്ട് മാറ്റാവുന്നതാണ്. സുഡോക്കു, ചെസ്സ്, ക്രോസ്വേഡ്, പസിൽസ്, മെമ്മറി ഗെയിംസ് ഇവയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗെയിമുകളും പസിൽസുമാണല്ലോ. പുതിയ കഴിവുകൾ പഠിക്കുന്നത് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിയായ ഭക്ഷണവും വെള്ളവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. മതിയായ വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് ഡീഹൈഡ്രേഷന് കാരണമാകുന്നു. ഉറങ്ങുകയും സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നതും വളരെ നല്ലതാണ്. പ്രായമേറിയാലും ശരീരം, മനസ്സ് നിരന്തരം ചലിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്താൽ റിഫ്ലെക്സ് ഏറെക്കാലം വേഗത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ഈ ആപ്തവാക്യം എപ്പോഴും ഓർക്കുക. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തിയെന്ന നിലയിൽ ജീവിതത്തിൽ പ്രായാധിക്യം പലരുടെയും റിഫ്ലെക്സിൽ വരുത്തിയ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോടിതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.